ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ പരാതിയിൽ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ പ്രാഥമിക അന്വേഷണം നടത്താൻ തീരുമാനം. ഭൂമി തട്ടിപ്പ് കേസിൽ തനിക്കെതിരെ ഗൂഢാലോചന നടത്തി കുടുക്കാൻ കടകംപള്ളി സുരേന്ദ്രൻ ശ്രമിച്ചെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പരാതി. DGPക്ക് ലഭിച്ച പരാതി ഇന്ന് തന്നെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറും. തുമ്പ പോലീസിനാണ് പ്രാഥമിക അന്വേഷണത്തിന്റെ ചുമതല നൽകുക. ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കടകംപള്ളിക്കെതിരെ കേസെടുക്കണോ എന്നതിൽ അന്തിമ തീരുമാനമുണ്ടാകുക. 2020 കേസിന് ആസ്പദമായ സംഭവം. ഈടായി വാങ്ങിയ ഭൂമി ഉണ്ണികൃഷ്ണൻ പോറ്റി മറച്ചു വിറ്റു എന്നായിരുന്നു കഴക്കൂട്ടം സ്വദേശി പ്രതിഭയുടെ പരാതി. പ്രതിഭയെ കൊണ്ട് പരാതി കൊടുപ്പിച്ചത് കടകംപള്ളി സുരേന്ദ്രനാണെന്നും ഇവർക്ക് പണം കൊടുത്തത് സഹായിക്കണമെന്ന് കടകംപള്ളി ആവശ്യപ്പെട്ടത് പ്രകാരമാണ് താൻ പണം നൽകിയതെന്നും പോറ്റി ആരോപിച്ചു. സ്വർണ്ണക്കവർച്ച കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനും തമ്മിൽ സാമ്പത്തിക ഇടപാടുകളുണ്ടോ എന്നതിൽ അന്വേഷണം തുടരവെയാണ് ഈ പരാതി. കഴിഞ്ഞ ദിവസമാണ് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ DGPക്ക് പരാതി നൽകിയത്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇത്തരത്തിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ ഇത്തരത്തിൽ DGPക്ക് പരാതി നൽകിയിരുന്നത്. തനിക്കെതിരായ ഭൂമി തട്ടിപ്പ് പരാതി വ്യാജമാണെന്നും പരാതിക്ക് പിന്നിൽ കടകംപള്ളി സുരേന്ദ്രനാണെന്നുമാണ് എന്ന് കാണിച്ചായിരുന്നു പോറ്റി പരാതി നൽകിയത്. കടകംപള്ളിക്കെതിരെ അന്വേഷണം വേണമെന്നും ഒക്കെ ആ ഒരു പരാതിയിൽ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം ഈടായി നൽകിയ ഭൂമി മറച്ചുവിറ്റെന്ന് കാണിച്ചാണ് തിരുവനന്തപുരം കഴക്കൂട്ടം സ്വദേശി പ്രതിഭ SITക്ക് പരാതി നൽകിയത്. എന്തായാലും സ്കൂൾ ഉടമയായ സ്ത്രീ പോറ്റിയിൽ നിന്നും 25 ലക്ഷം രൂപ പലിശയ്ക്ക് കടം വാങ്ങുകയായിരുന്നു. അതിനായി ഈടായി നൽകിയത് 1 കോടി വില വരുന്ന 10 സെന്റ് ഭൂമിയാണ്. ഈ ഭൂമി എഴുതി നൽകിയത് പോറ്റിയുടെ അമ്മയുടെ പേരിലായിരുന്നുവെന്നും 5 ലക്ഷം രൂപ പലിശയായി പോറ്റിക്ക് നൽകി. എന്നാൽ ഭൂമി തിരിച്ച് ആവശ്യപ്പെട്ടപ്പോൾ സ്ഥലം മറിച്ച് വിറ്റതായി കണ്ടെത്തുകയായിരുന്നു എന്നാണ് ഈ ഒരു പരാതിയിൽ പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ പരാതിയിലാണിപ്പോൾ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ ഇപ്പോൾ പ്രാഥമിക അന്വേഷണം നടത്താൻ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. ഈ ഒരു ഭൂമി തട്ടിപ്പ് കേസിൽ തനിക്കെതിരെ ഗൂഢാലോചന നടത്തി കുടുക്കാൻ കടകംപള്ളി സുരേന്ദ്രൻ ശ്രമിച്ചു എന്നൊക്കെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പരാതി നൽകിയിരിക്കുന്നത്. DGPക്ക് ലഭിച്ച പരാതി ഇന്ന് തന്നെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറും. തുമ്പ പോലീസിനാണ് പ്രാഥമിക അന്വേഷണത്തിന്റെ ചുമതലയും നൽകുക. എന്തായാലും ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കും കടകംപള്ളിക്കെതിരെ കേസെടുക്കണോ വേണ്ടയോ എന്നതിലൊക്കെ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുക. എന്തായാലും 2020 നടന്ന ഒരു കേസിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈടായി വാങ്ങിയ ഭൂമി ഉണ്ണികൃഷ്ണൻ പോറ്റി മറച്ചു വിറ്റു എന്നായിരുന്നു ഈ ഒരു കഴക്കൂട്ടം സ്വദേശിയായ പ്രതിഭയുടെ പരാതി. എന്തായാലും പ്രതിഭയെ കൊണ്ട് പരാതി കൊടുപ്പിച്ചത് കടകംപള്ളി സുരേന്ദ്രനാണെന്നും ഇവർക്ക് പണം കൊടുത്ത് സഹായിക്കണമെന്ന് കടകംപള്ളി ആവശ്യപ്പെട്ടത് പ്രകാരമാണ് താൻ ഇത്തരത്തിൽ പണം നൽകിയതെന്നും ഒക്കെയാണ് പോറ്റി ആരോപിക്കുന്നത്. എന്തായാലും സ്വർണ്ണക്കവർച്ച കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനും തമ്മിൽ സാമ്പത്തിക ഇടപാടുകളുണ്ടോ എന്നതിലൊക്കെ ഇപ്പോൾ അന്വേഷണം തുടരവെയാണ് ഇത്തരത്തിലൊരു പരാതി ലഭിക്കുന്നത്. തനിക്കെതിരായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പരാതിക്ക് പിന്നിൽ പാർട്ടിയിലെ ചില സ്നേഹിതന്മാരുടെ ഗൂഢാലോചനയെന്ന് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരാണെന്ന് പിന്നീട് വെളിപ്പെടുത്താം. താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യത കണ്ട് കരിവാരിത്തേക്കാനുള്ള ശ്രമമാണിതല്ല. പോറ്റിയുടെ പരാതിയിൽ പറയുന്ന പ്രതിഭ ആരാണെന്ന് തനിക്ക് അറിയില്ല എന്നും ഒരു സ്ത്രീയുടെയും സാമ്പത്തിക കാര്യങ്ങൾ താൻ ഇടപെട്ടില്ല എന്നും കടകംപള്ളി പറഞ്ഞു. ഏതോ ഒരു പ്രതിഭ, ആ പ്രതിഭയോടൊപ്പം ഞാനും കൂടെ ഏതോ ഒരു ഗൂഢാലോചന നടത്തിയാണ് ഈ പ്രതിഭ എന്ന സ്ത്രീ ഈ പോറ്റിക്കെതിരായിട്ട് SITയിൽ ഒരു പരാതി കൊടുത്തതെന്നാണ് പോറ്റിയുടെ പരാതി വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. എന്നെ അപമാനിക്കാൻ നമ്മുടെ സ്നേഹിതന്മാരിൽ ആരെങ്കിലും ഒരാൾ നടത്തിയ ഒരു നീചമായ ഗൂഢാലോചനയായിട്ട് മാത്രമേ
പോറ്റിയുടെ ഈ പരാതിയെ എനിക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ. അത് ആരായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ നിങ്ങളോടിപ്പോൾ പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്കറിയാം ആരായിരിക്കും പോറ്റിയെ കൊണ്ട് ഇത്തരമൊരു വ്യാജ പരാതി കൊടുപ്പിച്ചതിൻ്റെ പിന്നിലുള്ളത് എന്ന് ഈ പരാതിക്കകത്ത് ചില കാര്യങ്ങൾ പോറ്റി പറയുന്നുണ്ട്. അതിൽ 2 കാര്യങ്ങളാണ് എന്നെ സംബന്ധിച്ച് പറയുന്നത്. ഒന്ന്, പോലീസ് സ്റ്റേഷനിൽ വെച്ച് പരാതിക്കാരിക്ക് വേണ്ടി ഞാൻ സംസാരിച്ചു എന്ന്. അവർക്ക് സാമ്പത്തികമായിട്ട് വലിയ പ്രയാസമല്ലേ, കുറച്ചൊന്ന് ഇളവ് കൊടുത്തൂടെ എന്ന് ഞാൻ ചോദിച്ചു എന്നും, ഞാനും സാമ്പത്തികമായിട്ട് വലിയ പ്രയാസത്തിലാണ് സർ, എനിക്ക് ഇളവ് കൊടുക്കാൻ പറ്റില്ല എന്ന് അയാൾ പറഞ്ഞു എന്നാണ് എന്നെ പറ്റിയുള്ള ഒരു പരാമർശം. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഒരു പോലീസ് സ്റ്റേഷനിലും പോയിട്ടില്ല, ഒരു പരാതിക്കാരിയുടെയും സാമ്പത്തിക പ്രശ്നത്തിൽ ജീവിതത്തിൽ ഇതുവരെ ഇടപെട്ടിട്ടില്ല. കഴിഞ്ഞ 10 വർഷക്കാലം സാമ്പത്തിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പരാതിയുമായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോലും ഞാൻ വിളിച്ചിട്ടില്ല. ഞാനാകെ നമ്മുടെ പാർട്ടി സഖാക്കളെ കാണാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ പ്രദേശത്തെ ഞങ്ങളുടെ പാർട്ടി സഖാക്കളെ കാണുക, അവരുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇടപെട്ട് പരിഹാരം കാണുക എന്ന് പറഞ്ഞ് പാർട്ടി സഖാക്കളുടെ അടുക്കൽ മാത്രമേ ഞാൻ അയച്ചിട്ടുള്ളൂ. പാർട്ടി സഖാക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു പ്രശ്നം വന്ന് പറയുന്ന ആളെ ഞാൻ അങ്ങോട്ട് അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. ഇത് ഈ തെരഞ്ഞെടുപ്പിൽ ഏത് വിധേനയും വിജയം കരസ്ഥമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ള ചിലരാണ് ഈ വ്യാജ പരാതിയുടെയും വ്യാജ വാർത്തകളുടെയും പിന്നിലുള്ളത്. ആളാരാണെന്നെല്ലാം ഞാൻ പിന്നീട് നിശ്ചയമായിട്ട് പറയാം. നിങ്ങൾക്ക് ആളെ നല്ല ബോധ്യമുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്. തനിക്കെതിരായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പരാതിക്ക് പിന്നിൽ പാർട്ടിയിലെ ചില സ്നേഹിതന്മാരുടെ ഗൂഢാലോചനയാണെന്നാണ് ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചിരിക്കുന്നത്. ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരാണെന്ന് പിന്നീട് താൻ വെളിപ്പെടുത്താമെന്നും താൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യത കണ്ട് കരിവാരി തേക്കാനുള്ള ശ്രമമാണ് ഇതെല്ലാമെന്നൊക്കെയാണ് കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിക്കുന്നത്. എന്തായാലും പോറ്റിയുടെ പരാതിയിൽ പറയുന്ന പ്രതിഭ ആരാണെന്ന് തനിക്ക് അറിയില്ല എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. എന്തായാലും ഒരു സ്ത്രീയുടെയും സാമ്പത്തിക കാര്യങ്ങളിൽ താൻ ഇടപെട്ടിട്ടില്ല എന്നാണ് കടകംപള്ളി ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി SITക്ക് നൽകിയ നിർണായക മൊഴിയിൽ കടകംപള്ളിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണെന്ന് വിവരം. അന്യസംസ്ഥാന സ്പോൺസർമാരെ ബോർഡിന് പരിചയപ്പെടുത്തിയത് കടകംപള്ളിയാണെന്നാണ് പോറ്റിയുടെ മൊഴി. വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രനാണ് ചേരുന്നത്. അതുല്യ, ഇപ്പോൾ സ്വർണ്ണ കവർച്ച കേസിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ SITക്ക് നൽകിയ മൊഴിയിലാണ് ഇപ്പോൾ കടകംപള്ളിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ വരുന്നത്. അന്യസംസ്ഥാന സ്പോൺസർമാരെ ബോർഡിന് പരിചയപ്പെടുത്തിയെന്നൊക്കെയാണ് ഇപ്പോൾ പോറ്റി മൊഴി നൽകിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, ഈ ശബരിമലയിലെ സ്വർണ്ണ കവർച്ച കേസിൽ ദേവസ്വം വകുപ്പിന്റെ മുൻ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെതിരെയും ആദ്യം മുതൽക്ക് തന്നെ ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതിൻ്റെ ഭാഗമായി SIT കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുകയും SIT ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തുകയും എല്ലാം ചെയ്തിരുന്നു. അതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ പുതിയ ആരോപണങ്ങൾ അല്ലെങ്കിൽ പുതിയ ഗുരുതരമായിട്ടുള്ള മൊഴി പുറത്തു വന്നിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കടകംപള്ളി സുരേന്ദ്രനെതിരായി SITക്ക് നൽകിയ മൊഴിയിൽ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഈ അന്യസംസ്ഥാനത്ത് നിന്നുള്ള സ്പോൺസർമാരെ ദേവസ്വം ബോർഡിന് പരിചയപ്പെടുത്തിയത് കടകംപള്ളിയാണ് എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി. നേരത്തെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് സ്പോൺസറായി ശബരിമലയിൽ എത്തിയത് എന്നുള്ള കാര്യം വലിയ രീതിയിൽ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. അതുപോലെ തന്നെ രമേശ് റാവുവും മറ്റേ ഗോവർദ്ധൻ, അതായത് ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായിട്ടുള്ള ഗോവർദ്ധൻ അടക്കമുള്ളവർക്ക് ശബരിമലയുമായി എങ്ങനെയാണ് ഇത്ര ബന്ധമുണ്ടായത് എന്നുള്ള കാര്യങ്ങളിൽ വലിയ ദുരൂഹത നിലനിന്നിരുന്നു. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഗോവർദ്ധനെയും അതുപോലെ തന്നെ ഈ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന ചെന്നൈയിലെ കമ്പനിയെയും എല്ലാം ശബരിമലയിൽ എത്തിച്ചത് എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി SITക്ക് നൽകിയ മൊഴിയിൽ പറയുന്നത് അന്യസംസ്ഥാനത്ത് നിന്നുള്ള സ്പോൺസർമാരെ ദേവസ്വം ബോർഡിന് പരിചയപ്പെടുത്തിയത് ദേവസ്വം മന്ത്രി ആയിരുന്ന കടകംപള്ളി സുരേന്ദ്രനാണ്. മാത്രമല്ല ഇവർക്ക് വേണ്ട സഹായം
സഹായങ്ങൾ ചെയ്തു നൽകിയത് കടകംപള്ളിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്നാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിരിക്കുന്നത്. അന്യസംസ്ഥാന സ്പോൺസർമാരായിട്ടുള്ള രമേശ് റാവു അതുപോലെ തന്നെ ഗോവർദ്ധൻ ഇരുവർക്കും വേണ്ട സഹായങ്ങൾ ചെയ്തു നൽകണം എന്ന് തന്നോട് നിർദ്ദേശിച്ചത് കടകംപള്ളിയാണ് എന്നാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിരിക്കുന്നത്. ഈ രണ്ട് സ്പോൺസർമാർക്കും ശബരിമലയുമായി ബന്ധപ്പെട്ട് നടപടികൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു നൽകണം എന്ന് തന്നോട് ആവശ്യപ്പെടുകയായിരുന്നു. അതിന് പ്രകാരമാണ് താൻ ഇവരെല്ലാം അല്ലെങ്കിൽ ഗോവർദ്ധൻ അടക്കമുള്ളവരുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ബന്ധം സ്ഥാപിച്ചത്. അത് കടകംപള്ളിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്നുള്ളതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന മൊഴി. ഹൈക്കോടതിയിൽ SIT സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ മൊഴിയെ ഉദ്ധരിച്ചുകൊണ്ടുള്ള ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. SIT എന്തായാലും ഇക്കാര്യം ഗൗരവത്തിൽ തന്നെ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ കടകംപള്ളിയും അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളെല്ലാം തന്നെ നേരത്തെ തന്നെ ഈ ഒരു സംശയമുനയിൽ ഉണ്ടായിരുന്നു. ED അടക്കം ഇടപെട്ട ഒരു കേസാണ് ശബരിമല സ്വർണ്ണക്കവർച്ച. അതിൽ ഇരുവരും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളിലേക്ക് EDയും കടന്നേക്കും എന്നുള്ളൊരു സൂചനയുണ്ടായിരുന്നു. അതായത് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഏതെങ്കിലും രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും ചോദ്യത്തിൽ വരുന്നത്. അത് ED അടക്കം പരിശോധിക്കും എന്നുള്ള ഒരു നിലപാടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള മൊഴികളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും പുറത്തു വരുന്നത്. അതിന് ഒരു കൂടുതൽ കുരുക്ക് എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി സാമ്പത്തിക തട്ടിപ്പ് അല്ലെങ്കിൽ ഒരു ഭൂമി തട്ടിപ്പ് പരാതിയുമായി കടകംപള്ളിക്കെതിരെ പോലീസിനെ സമീപിച്ചിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഈ സാമ്പത്തിക ഇടപാടുകൾ ഇരുവരും തമ്മിൽ നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു സംശയം കൂടുതൽ ശക്തമാവുകയാണ്. അതോടൊപ്പം തന്നെയാണ് ഈ പുതിയ മൊഴിയുടെ കൂടി വെളിച്ചത്തിൽ കടകംപള്ളിക്ക് അത് എന്തായാലും കൂടുതൽ കുരുക്കാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇരു ആരോപണങ്ങൾ, അതായത് പരാതി നൽകിയിട്ടുള്ള ഭൂമി തട്ടിപ്പ് ആരോപണവും ഈ മൊഴിയിൽ പറയുന്ന ആരോപണങ്ങളും കടകംപള്ളി നിഷേധിച്ചിട്ടുണ്ട്. ശരി, വ്യക്തമാണ്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി SITക്ക് നൽകിയ നിർണായക മൊഴിയിലാണിപ്പോൾ കടകംപള്ളിക്കെതിരെ ഗുരുതര ആരോപണങ്ങളെന്ന വിവരം പുറത്തു വരുന്നത്. അന്യസംസ്ഥാന സ്പോൺസർമാരെയൊക്കെ ബോർഡിന് പരിചയപ്പെടുത്തിയത് കടകംപള്ളിയാണെന്നൊക്കെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അതുല്യ രാമചന്ദ്രനാണ്.